ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞു. കണ്ടസ്റ്റൻസ് എല്ലാവരും ഓരോരോ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നു. ചിലരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. നമ്മുടെ ഇഷ്ട മത്സരാർത്ഥികളായിരുന്നവരും നമ്മളെ ഷോയ്ക്കുള്ളിൽ വെറുപ്പിച്ചവരും എല്ലാം ഉണ്ടല്ലേ അവരിൽ. നമ്മളെ വെറുപ്പിച്ചെന്ന് പറയുമ്പോൾ അത് ഷോയ്ക്കുള്ളിലാണ്. അത് നമ്മൾ ഈ ഷോയ്ക്ക് ശേഷവും നമ്മുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും നല്ലത് വരുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കുകയും, നമ്മളെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമ്മളെ വെറുപ്പിച്ചവർക്ക് എന്തെങ്കിലും നല്ലത് വന്നാൽ പോലും നമ്മൾ അവഗണിക്കുകയും, എന്തെങ്കിലും അവർ മോശം ചെയ്യട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശം കാര്യം പറയട്ടെ എന്നിട്ട് ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ലല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. BB7 ഞാൻ പറഞ്ഞു വന്നത് BB7 ഒരു തമ്പുരാട്ടി ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഷാനവാസിനെയും ലക്ഷ്മിയെയും കുറച്ച് BB പ്രേക്ഷകർ, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് എല്ലാവർക്കും BB7 കണ്ട എല്ലാവർക്കും തന്നെ അറിയാം ആരെയാണ് തമ്പുരാട്ടി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ BB7 കിങ് ആൻഡ് ക്വീൻ അനീഷ് അനുമോൾ ആണെങ്കിലും ഇവർക്ക് ഇങ്ങനെ ഒരു ടാഗ് ലൈൻ പ്രേക്ഷകർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഷാനവാസിനെ കുറിച്ച് പറഞ്ഞാൽ, ഷാനവാസിനെ എനിക്ക് സീസണിൽ ഇഷ്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടാത്തൊരു ടൈം ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട സമയം ഉണ്ടായിരുന്നു. ഷാനവാസിൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ ഷാനവാസ് നല്ല ഡോമിനേറ്റിംഗ് പവറുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സ്ക്രീൻ പ്രസൻസ് ഷാനവാസിനോളം ആ ഷോയിൽ വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹ്യൂമർ സെൻസ് അതും അങ്ങനെ തന്നെ. പക്ഷെ ചില കാര്യങ്ങളിൽ ചില കൂട്ടുകെട്ടുകളാട്ടെ, ചില സംഭാഷണങ്ങളാട്ടെ, ചില പുള്ളിക്കാരൻ്റെ ചില ശൈലികൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതും ഉണ്ടായിരുന്നു. എന്നാലും പുള്ളിക്കാരൻ ടോപ്പ് 5 അർഹനായിരുന്നു. ടോപ്പ് 3 കിട്ടി. ഷാനവാസും അനീഷും കൂടിയുള്ള കോംബോ ഒക്കെ ഭയങ്കര ഹിറ്റാണല്ലോ. ഞാനിപ്പോൾ അതല്ല, ഷാനവാസും ലക്ഷ്മിയും തമ്മിലുള്ള കാര്യം. ലക്ഷ്മി അങ്ങനെ തന്നെയാണ്. ലക്ഷ്മിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ലക്ഷ്മി. നിലപാടുകളുടെ രാജകുമാരി എന്ന് വിളിക്കേണ്ടി വരും. ലക്ഷ്മിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിലപാടുകളുടെ കാര്യത്തിൽ മറ്റാരും. പിന്നെ സ്ക്രീൻ പ്രസൻസ്, ഷാനവാസിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ പ്രസൻസ്, പിന്നെ ഡോമിനേറ്റിംഗ് പവർ എല്ലാം നല്ല രീതി ഒത്തിണങ്ങിയ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് ലക്ഷ്മിയോട് യോജിക്കാം, ചില നിലപാടുകൾ നമുക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി പുള്ളിക്കാരി പിന്നെ പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വിവേകത്തോടെ പെരുമാറാൻ അറിയാം. അതിന് ഉദാഹരണമാണ് നമ്മൾ റീ എൻട്രിയിൽ ആ ടൈമിൽ നമുക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ലക്ഷ്മി ആ ടൈമിൽ അനുവിൻ്റെ കൂടെ നിന്നത് ആ ഒരു ലക്ഷ്മിക്ക് നല്ലതിനാണേലും അനുവിന് നല്ലതിനാണേലും എന്തിനാണെങ്കിലും ലക്ഷ്മി ആ ടൈമിൽ പെരുമാറിയത് അതാണ് ലക്ഷ്മിയുടെ വിവേകത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ അനീഷിന് വേണ്ടി പല സമയത്ത് ലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വെച്ച് ലക്ഷ്മിക്ക് വിവേകത്തോടെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനുള്ള നല്ല കഴിവുണ്ടായി. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലക്ഷ്മി നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. സീസൺ 7 ഉള്ളവരിൽ വെച്ചിട്ട് നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയായിരുന്നു ലക്ഷ്മി. ടോപ്പ് 5 വരാൻ അർഹയായിരുന്നു. പക്ഷെ ചില കാര്യങ്ങളിൽ ലക്ഷ്മിക്ക് തെറ്റുപറ്റി, ചില കാര്യങ്ങളിൽ പ്രേക്ഷകർക്കും തെറ്റുപറ്റി. എല്ലാം കൊണ്ട് എന്തായാലും ലക്ഷ്മി അതിലെത്തിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്. ഞാനിപ്പം ഇവരുടെ രണ്ടുപേരുടെയും കാര്യം പറയുമ്പോൾ തന്നെ ലക്ഷ്മി ഷാനവാസിനെ കുറിച്ച് നമുക്കറിയാം. സീസണിൻ്റെ അകത്ത് ആദ്യം അവർ തമ്മിലുണ്ടാക്കിയ വഴക്കുകൾ, അതായത് എടി പൊടിന്ന് വിളിക്കാൻ പാടില്ല, എത്ര ഡിസ്റ്റൻസിൽ നിൽക്കാൻ പാടുള്ളൂ, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല. ലക്ഷ്മിക്ക് ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ അവർ ആ അനീഷും ഷാനവാസും കൂടെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ബിന്നിയിൽ തുടങ്ങി പിന്നെ ലക്ഷ്മിയായിട്ടുണ്ടായ ആ അടി, അതൊന്നും ഓർക്കാൻ പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യങ്ങളൊന്നും അതൊക്കെ ഓർക്കുമ്പം ഇവരൊന്നും ഒരിക്കലും ജീവിതത്തിൽ ഇനി മിണ്ട പോലും ചെയ്യില്ല എന്ന് വിചാരിക്കും നമ്മൾ. ആ രീതിയിലുള്ള അടിയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ഇവർ തമ്മിലൊരു ബോണ്ട്, അതായത് ആ ലാലേട്ടൻ്റെ മുമ്പിൽ എനിക്ക് തോന്നുന്ന ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് ലക്ഷ്മി ഒരു ദിവസം സംസാരിച്ചു. അതിനുശേഷമാണെന്ന് തോന്നുന്നത് അവർ തമ്മിലൊരു ബോണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായി വന്നത്. പുറത്തിറങ്ങിയതിന് ശേഷവും ലക്ഷ്മി എല്ലാവരോടും ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ കാത്തു സൂക്ഷിക്കുന്നതായിട്ടാണ്. അതായത് ഇപ്പം ഷാനവാസിനോടോ അനീഷിനോടോ അനുവിനോടോ മാത്രമല്ല, ഇപ്പം ആദില, നൂറ, അങ്ങനെയുള്ള എല്ലാവരുമായിട്ടും ലക്ഷ്മി ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നിലപാടുകളിലും അല്ലെങ്കിൽ അഭിപ്രായങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ ഷോയ്ക്കുള്ളിൽ ഉള്ള പോലെ ഷോ കഴിഞ്ഞതിന് ശേഷം വെളിയിലിറങ്ങി നമ്മളിപ്പോൾ ലക്ഷ്മി അനുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അനുവിനെ സോപ്പിടാൻ പോവുകയാണ്, അല്ലെങ്കിൽ അനീഷിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അനീഷിനെ സോപ്പിടുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നല്ല രീതിയിൽ എല്ലാവരോടുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം ഈ ആദിലയുടെ കൂടെ ഒരു ലക്ഷ്മി ഒരു ഫോട്ടോ ഇട്ടപ്പം അതിന് വന്ന് നമ്മുടെ BBC 5 കണ്ടസ്റ്റൻ്റ്
BB5 അല്ല BB6 കണ്ടസ്റ്റൻറ്റ് നൂറയൊക്കെ അതിന് പ്രതികരിക്കുകയും നൂറയ്ക്ക് ലക്ഷ്മി കൊടുത്ത മറുപടിയൊക്കെ വൈറലായിരുന്നല്ലോ. അന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നില്ല, എന്നാലും അതെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ അതിൻ്റെ ഒന്നും കാര്യം നമ്മൾ അകത്ത് വെച്ച് നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ചില നിലപാടുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ടെങ്കിലും നമ്മളൊരു ശത്രുവല്ലല്ലോ, അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ശത്രു അല്ലല്ലോ. വെളിയിലിറങ്ങിയിട്ട് ആ ഷോയ്ക്ക് ശേഷവും അങ്ങനെ തുടർന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പം ലക്ഷ്മിക്ക് ആ ഒരു രീതിയിൽ ലക്ഷ്മിയുടെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോഴും പലരും ഷോയ്ക്കുള്ളിലുണ്ടായിരുന്ന സംഭവങ്ങൾ വെച്ചിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് ഇതുവരെ മിണ്ടുന്നില്ല. ആ ഒരു ദേഷ്യത്തിലും ആ ഒരു രീതിയിൽ നിൽക്കുമ്പം അതിനൊക്കെ ഒരു അപവാദമായിട്ടാണ് ഈ ലക്ഷ്മിയും ഒക്കെ പെരുമാറുന്നത്. അതായത് നമ്മൾ അനീഷുമായിട്ടും ഷാനവാസുമായിട്ടും അനുവായിട്ടും ആയിക്കോട്ടെ എല്ലാവരുമായിട്ടും ലക്ഷ്മി എല്ലാവരോടും മിണ്ടുന്നുണ്ടോ അതൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ കണ്ടെടുത്തോളം ആ ഒരു രീതിയിലാണ് തോന്നുന്നത്. ഇപ്പം ഞാൻ അതൊന്നുമല്ല. ഞാൻ ഇന്നലെ രാത്രി ഒരു റീൽ ലക്ഷ്മിയുടെയും ഷാനവാസിൻ്റെയും കൂടെ ഒരു റീൽ, അതായത് അവർ രണ്ടിനും കൂടെ വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. കാരണം അവർ ഫാൻസ് മീറ്റപ്പിൽ രണ്ടുപേരുടെ ഷാനവാസിൻ്റെ ഫാൻസ് മീറ്റപ്പിൽ ലക്ഷ്മി വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയ വീഡിയോകളൊക്കെ കണ്ടു. പക്ഷേ ഇതൊരു റീലായിട്ട് ലക്ഷ്മി തന്നെയാണ്, പുതുമഴ എന്നുള്ള ആ പാട്ടാണ് ലക്ഷ്മി തന്നെയാണ് പാടി കമ്പോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു റീല് കാണാൻ നല്ല രസമുണ്ട്. ആരാധകരെല്ലാം, അതായത് അവരെ ഇഷ്ടപ്പെടുന്നവർ നല്ല രീതിയിൽ തന്നെയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് ലേറ്റായിട്ട് വന്നാലും അടിപൊളിയായിട്ട് വന്നല്ലോ, BB7 തമ്പുരാട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെയാണ് വരുന്നത്. അതൊക്കെ ഭയങ്കര അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. രണ്ടുപേരും ആവശ്യത്തിൽ കൂടുതൽ മെച്ചേർഡാണ്. അപ്പം അവരുടെ സ്ക്രീൻ പ്രസൻസ്, അവർ രണ്ടുപേരും നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ള വ്യക്തികളാണല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചൊരു റീലി വന്നപ്പം BB7 ഇഷ്ടപ്പെടുന്നവർക്ക്, ആ ഷോ ഇഷ്ടപ്പെടുന്നവർ, ഇവരെ അറിയാവുന്നവർക്ക് അത് ഇപ്പം അങ്ങനെ കിട്ടിയ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എല്ലാവരും പ്രേക്ഷകരെ ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് ആ റീല് കണ്ടപ്പം നല്ല സന്തോഷം, നല്ല രസം തോന്നി. കാരണം ഇപ്പം ഷാനവാസിൻ്റെ കാര്യമാണെങ്കിൽ പോലും ലക്ഷ്മീനെ എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വൈറലാവുന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഷാനവാസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസ് BB7 ഇറങ്ങി കഴിഞ്ഞ് അനീഷിൻ്റെ കൂടെ കുറച്ച് കണ്ടു, ഫാൻസ് മീറ്റപ്പിന് അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടാൽ ഒരു ആക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുകയോ ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആവുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ ഫാൻസിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഈ റീല് ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നവർക്കും വളരെ സന്തോഷമായി എന്ന് തോന്നുന്നു. കാരണം എനിക്ക് പക്ഷെ അത് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിപ്പം ഇതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ എന്താണ് ഇത്രയുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇത്ര പറയാനുള്ളതെന്നൊക്കെ തോന്നിയാൽ പോലും, കാരണം നമ്മൾ BB7 നമ്മൾ കണ്ടിരുന്ന ഒരു ഷോയാണല്ലോ, അതിലുണ്ടായിരുന്ന 2 കണ്ടസ്റ്റൻസ് ആണല്ലോ. അപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, അതായത് ആളുകൾക്ക് എന്തെങ്കിലും കോൺട്രവേഴ്സി അല്ലെങ്കിൽ എന്തെങ്കിലും മോശം കാര്യങ്ങൾ അവരെക്കുറിച്ച് മോശം പറയാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോഴാണ് റീച്ച് ആവുന്നതും ആളുകൾക്ക് കേൾക്കാനും. അതാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ നെഗറ്റീവ് പറയുന്നതും അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്ത് ഇവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്, അവരെക്കുറിച്ചൊരു മോശം പറയാനുണ്ടെങ്കിൽ അതെടുത്തൊരു 5-8 വീഡിയോ ചെയ്യുമ്പോൾ അതെല്ലാം റീച്ച് ആവുന്നുണ്ട് എല്ലാവരുടെയും. പക്ഷെ എന്നാൽ ഒരു നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യം ഷെയർ ചെയ്യുന്നത് അത് ഇതിനു വേണ്ടിയൊക്കെയാണോ വീഡിയോ ചെയ്യണതെന്ന് തോന്നും ചിലർക്ക്. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് റീച്ചും കുറവാണ്, അല്ലെങ്കിൽ ആരും തന്നെ കാണില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. പക്ഷെ നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ വൈറലാകുക മാത്രം ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ റീച്ച് മാത്രം ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം മാത്രം ലക്ഷ്യം വെച്ച് ആരെയും എന്തും പറഞ്ഞ് അവർക്ക് എന്ത് പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല, ഒരു 5-6 വീഡിയോ അവരെ പറഞ്ഞ് അങ്ങ് ചെയ്യാം, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എനിക്കങ്ങനെ ചെയ്യാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ചാനലിന് റീച്ചും ഇല്ല, വീഡിയോയ്ക്ക് റീച്ചില്ല. എന്തായാലും ഈ കാര്യത്തിൽ ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.